കായംകുളം പുനലൂർ പ്രധാന പാതയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നു. അനുമതിയില്ലാത്ത മരങ്ങളും മുറിച്ചുമാറ്റുന്നതായി ആക്ഷേപം. പുനലൂർ കായംകുളം പ്രധാന പാതയിലെ അടൂർ മുതൽ പത്തനാപുരം കല്ലുംകടവ് അതിർത്തി വരെയുള്ള പാതയിലെ ഇരുവശത്തെയും മരങ്ങളാണ് മുറിച്ചുമാറ്റുന്നത്. റോഡിന്റെ വികസനത്തിന് മരം മുറിച്ചുമാറ്റേണ്ടത് അനിവാര്യമാണ്. റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്ന മരങ്ങളാണ് മുറിച്ചുമാറ്റേണ്ടത്. എന്നാൽ റോഡ് വികസനത്തിന്റെ മറവിൽ തടസ്സമാകുന്നതും അല്ലാത്തതുമായ എല്ലാ മരങ്ങളും മുറിച്ചുമാറ്റുന്ന പ്രവണതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരങ്ങളുടെ ഉയരവും വണ്ണവും മൂല്യവും നിർണയാതീതമാണ്. റോഡ് വികസിക്കണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതിന് തടസ്സം നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിലും എതിർപ്പില്ല. എന്നാൽ ഇവിടെ റോഡ് വികസനത്തിന്റെ മറപിടിച്ച് റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കാത്ത മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. കൊടിയ ചൂടും വരൾച്ചയും മൂലം ജനം ദുരിതമനുഭവിക്കുമ്പോൾ അവശേഷിക്കുന്ന മരങ്ങൾ കൂടി മുറിച്ചു മാറ്റുന്നതിലൂടെ നാടും നഗരവും കൂടുതൽ ദുരിതത്തിലാകും. രാജഭരണകാലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന മരങ്ങളിൽ 90%. റോഡ് വികസനത്തിന് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതി അനിവാര്യമാണ്. എന്നാൽ നാഷണൽ ഹൈവേയിൽ നിന്ന് സോഷ്യൽ ഫോറസ്ട്രി നോട്ടിഫൈ ചെയ്യാത്ത മരങ്ങളും മുറിച്ചു മാറ്റുന്നതായി ആക്ഷേപമുണ്ട്. PWD അധികൃതരുടെയും സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥന്മാരുടെയും കരാറുകാരുടെയും ഒത്തുകളിയിലൂടെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഇതുമൂലം സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടവും സംഭവിക്കുന്നുണ്ട്. സുതാര്യമായ രീതിയിൽ ടെൻഡർ നടത്താതെയാണ് റോഡിന്റെ ഇരുവശങ്ങളിലെയും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്നും ആക്ഷേപമുണ്ട്. റോഡ് വികസനത്തിന്റെ ആവശ്യമായി കാലപ്പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയും കാലപ്പഴക്കം ചെന്ന ആവശ്യമില്ലാത്തതുമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതി ലഭിക്കാത്തതുമായ മരങ്ങൾ മുറിച്ചു മാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അധികാരികൾ അത് ശ്രദ്ധിക്കുകയും വേണ്ടുന്ന മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. റോഡ് വികസനത്തിന്റെ മറപിടിച്ചുള്ള പകൽക്കൊള്ളയ്ക്കെതിരെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.